രണ്ടും മൂന്നും സമൂഹ വിവാഹം നടത്തി. നടത്തിയപ്പോഴൊക്കെ 4-5 പേര് ഹിന്ദുക്കളുണ്ടായിരുന്നു. ഈ പൂജ നടക്കുമ്പോൾ ഞാനൊന്ന് അവരുടെ ഈ താലി ഒന്ന് വാഴ്ത്തി കൊടുക്കണമെന്ന് പറഞ്ഞു. തിരുവനന്തപുരം വരെ പോയിട്ട് കല്യാണം നടത്താനായിട്ട് ഒരു മണ്ഡപത്തിൽ. പക്ഷേ നമുക്കിപ്പോൾ മാർപ്പാപ്പ ചെയ്യുന്ന പോലെ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. ജയിലിൽ പോയി മുസ്ലിങ്ങളുടെയും ഹിന്ദുക്കളുടെയും 13ാമത്തെ വയസ്സിൽ ബാബ ചെമ്മാശോട്ടം സ്വീകരിക്കുന്ന സമയത്ത് അന്ന് ദീപന്നാസ തിരുമേനി ഉണ്ടായിരുന്ന കൂടെ എന്ന് കേട്ടിട്ടുണ്ട്. അപ്പം ദീപന്നാസ തിരുമേനി അത് കഴിഞ്ഞ് കാതോലിക്ക ബാബയായി. അദ്ദേഹം ബാബയെക്കുറിച്ച് നയാ പൈസ എന്ന രീതിയിൽ അഭിസംബോധന ചെയ്തിട്ട് ബാബ തന്നെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതൊന്ന് വിശദീകരിക്കണം. അത് മഞ്ഞനിക്കര ദേറായിൽ വെച്ചായിരുന്നു ഈ പട്ടം കൂടെ നടന്നത്. അപ്പം ഞാൻ സ്കൂളിൽ നിന്ന് തിരിച്ചു വരുന്ന വഴി എന്നെ പിടിച്ചുകൊണ്ട് പോയത് ഒരു പരീക്ഷയുടെ ഇടയ്ക്കാണ്. പിറ്റേ ദിവസത്തെ പരീക്ഷയൊക്കെ മുടങ്ങി. അവിടെ ചെന്നു. എന്നെ കൗതുകമായിരുന്നു മൊത്തത്തിൽ. ഞാൻ കാഴ്ച വസ്തുവായിരുന്നു. വളരെ ചെറുതായിരുന്നു. കണ്ടാലൊക്കെ ഇച്ചിരി മിടുക്കനായിരുന്നു. നല്ല ഫെയറൊക്കെ ആയിരുന്നു. നല്ല ഫെയറായിരുന്നു. കുപ്പായ കിട്ടി കഴിഞ്ഞപ്പം കുറച്ചുകൂടി ഒരു കുട്ടിത്വം തോന്നി. അപ്പം തിരുമേനി പെരുമ്പൾ തിരുമേനിക്ക് തന്നെ അറിയാമല്ലോ. തിരുമേനിയും കൂടെ ഉണ്ടാവും. 10-20 പേരന്ന് പട്ട വെക്കുന്നുണ്ട്. അതിൽ ഏറ്റവും കുഞ്ഞ് ഞാനാണ്. പട്ടയൊക്കെ കഴിഞ്ഞ് മറ്റേ മുറിയിലിരുന്നപ്പം എന്നെ തിരുമേനി വിളിപ്പിച്ചു, പെരുമ്പൾ തിരുമേനി. അപ്പം അന്നേരം തിരുമേനി എങ്ങനെയാണ് ചോദിച്ചു, നയ പൈസ എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചു. അപ്പം തിരുമേനി നർമ്മത്തിൽ പറഞ്ഞു, എനിക്ക് വഴി കിടന്ന് കിട്ടിയതാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് എല്ലാവരും ചിരിച്ചു. അത് കഴിഞ്ഞ് ദിവനാസിനെ അടുക്കെ വിളിച്ച് നേരം പെരുമ്പൾ തിരുമേനി പറഞ്ഞു, എൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ ആ നയാപൈസ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമായിരുന്നു. വലിയ വാത്സല്യത്തോടെ വിളിയാണ്. അപ്പോൾ അതൊരു പക്ഷേങ്കിൽ അദ്ദേഹം അന്ന് മുതൽക്കുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകമായൊരു പെരുമ്പൾ തിരുമേനി കരുതിയതുപോലെ തന്നെ ദിവനാസിസ് തിരുമേനിയും ചെറുപ്പം മുതലേ ഒരു പ്രത്യേക ശ്രദ്ധ, ഒരു പ്രത്യേക നോട്ടം എൻ്റെ പുറത്തുണ്ടായിരുന്നു. അത് ദൈവികമായൊരു പദ്ധതി. ഈ നയാ പൈസ എന്ന് പറയുമ്പം വിധവയുടെ ജില്ലിക്കാശ് പോലെ ദൈവം അക്സെപ്റ്റ് ചെയ്ത. അതെ 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 അങ്ങനെ കോറിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അത്. അതെ അതാ ഇപ്പോഴേ അന്നത്തെ കാലത്ത് എത്ര 82-ലായിരുന്നു, 74 അന്ന് തന്നെ ദൈവം ഒരു പദ്ധതി ബാബയെക്കുറിച്ച് കണ്ടിട്ടുണ്ടായിരിക്കണം. അതൊരു മാർച്ച് മാസം 25 ആയിരുന്നു. അതും ഉണ്ട്. ഇത് മാർച്ച് 25 3 കാര്യങ്ങളാണ്. ശമാശനായതും പിന്നെ വൈദികനാവുന്നത് മാർച്ച് 25-നാണ്. പിന്നെ ഇപ്പം കാതോലിക്ക ആയിരുന്നത് മാർച്ച് 25-നാണ്. അതിൽ മെത്രാപ്പൊലീത്ത ആയത് മാത്രമേ ഒരു ഡേറ്റ് ഒന്ന് മാറിയുള്ളൂ. ജനുവരി 16-നായിരുന്നു. അത് മാതാവിൻ്റെ ഒരു വലിയ ഒരു മധ്യസ്ഥതയും വലിയൊരു മരിയൻ ഭക്തനാണ് ഞാൻ. അത് പെരുമ്പൾ തിരുമേനി തുടങ്ങി അങ്ങനെ ആയിരുന്നു. പിന്നെ പെരുമ്പൾ തിരുമേനി മാതാവിനോട് വലിയ ഭക്തിയുള്ള, മാതാവിൻ്റെ മധ്യസ്ഥതയും പ്രാർത്ഥനയും അതൊക്കെ എഴുതുമ്പോഴൊക്കെ ഞാനുമൊക്കെ കൂടെ ഉണ്ട്. പിന്നെ പെരുമ്പള്ളി പള്ളിയിലെ ശനിയാഴ്ചകളിൽ മാതാവിനോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനകളും. അപ്പം അങ്ങനെ മാതാവിനോടുള്ള മധ്യസ്ഥ പ്രാർത്ഥന ജീവിതത്തിൽ വലിയൊരു ബലം നൽകിയിട്ടുള്ളതാണ്. അത് തുടർന്നും ഓരോ കാര്യങ്ങൾ നടക്കുമ്പോഴും ഒക്കെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട് അമ്മയുടെ. അത് ഒരു ബലമാണ്. ആവശ്യക്കാരൻ്റെ ആവശ്യങ്ങളോട് അത് നീതിപൂർവകമാണ് എന്നുണ്ടെങ്കിൽ അതിനോട് എല്ലാ അർത്ഥത്തിലും സഹകരിക്കാൻ, സഹായഹസ്തം നീട്ടിക്കൊടുക്കാൻ നമ്മുടെ ആളുകൾ ഒത്തിരി മെച്ചമായ രീതിയിൽ അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നുമുണ്ട്. അവിടെ നമ്മൾ വിവേചനപരമായിട്ട് ചെയ്യാൻ പാടില്ല എന്ന് എൻ്റെ അഭിപ്രായം. ഇപ്പം സാധാരണ ഇങ്ങനെയുള്ള സമുദായം നോക്കാതെ ചെയ്യണം. ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ഞാനൊരു 5 വീട് പണിത് കൊടുക്കുകയാണെങ്കിൽ അതിൽ മിനിമം ഒരു വീടെങ്കിലും ഒരു ക്രൈസ്തവനുണ്ടാകും. അത് ഞാൻ എപ്പോഴും സമൂഹ വിവാഹം നടത്തുമ്പം ഞാൻ ഇപ്പോൾ 10-20 2-3 സമൂഹ വിവാഹം നടത്തി. നടത്തിയപ്പോഴൊക്കെ 4-5 പേര് ഹിന്ദുക്കളുണ്ടായിരുന്നു. അപ്പോൾ അവർ ആഗ്രഹം പ്രകടിപ്പിച്ചു, അവരുടെ അമ്പലത്തിൽ ഈ പൂജ നടക്കുമ്പോൾ ഞാനൊന്ന് അവരുടെ ഈ താലി ഒന്ന് വാഴ്ത്തി കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ പോയി അമ്പലത്തിൽ പോയി. ഞാൻ പോയി അവിടെ അവരെ ബ്ലെസ് ചെയ്തു, പ്രാർത്ഥിച്ചു. അതെ അതെ അതെ. അപ്പം കൽപ്പന അയച്ചപ്പം, ഭദ്രാസനത്തിൻ്റെ കൽപ്പന അയച്ചപ്പം അമ്പലത്തിൽ വെച്ചും കല്യാണങ്ങൾ നടത്തുന്നുണ്ട് എന്ന് ഞാൻ കൽപ്പനയിൽ എഴുതി. അപ്പോൾ അത് ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല. പള്ളിയിൽ വായിക്കുന്ന കൽപ്പനയിൽ അമ്പലം എന്നൊക്കെ എഴുതാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്
ചില ഹാർഡ് കോറായിട്ടുള്ള ആൾക്കാരൊക്കെ കിട്ടും. പക്ഷേ ഞാനതിനെക്കുറിച്ചൊന്നും ഒരു വിമർശന ബുദ്ധിയോടെ പറഞ്ഞ കാര്യങ്ങൾ അവരുടെ ഒരു വികാരം അവതരിപ്പിച്ചു. തിരുവനന്തപുരം വരെ പോയിട്ടൊരു കല്യാണം നടത്താനായിട്ട് ഒരു മണ്ഡപത്തിൽ. അതൊരു കാഴ്ച പരിമിതിയുള്ള കപ്പിൾസാണ്, ലോട്ടറി വിറ്റ് നടക്കുന്നത്. രണ്ടുപേർക്കും കാഴ്ച പരിമിതിയുണ്ട്. അപ്പോൾ അവരുടെ കല്യാണം അവർക്ക് ഇവിടെ വരാൻ ബുദ്ധിമുട്ടുണ്ടല്ലോ. അവിടെ പോയി നടത്തി, അത് കല്യാണ മണ്ഡപത്തിൽ വെച്ച് നടത്തി. അവർ ഹിന്ദുക്കളെ രണ്ടുപേരും. അതുമൊക്കെ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ അതൊക്കെ ഒരു മാതൃകാ വ്യതിയാനം. മാതൃകാ വ്യതിയാനം എന്ന് ഉദ്ദേശിക്കുന്നത് പാരഡൈം ഷിഫ്റ്റ്. അത് ഇന്നിൻ്റെ സമൂഹം ആഗ്രഹിക്കുന്ന ഒന്നാണ് എന്ന് കരുതി ചർച്ചിൻ്റെ പാരമ്പര്യങ്ങൾ തകിടം മറിക്കാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ സാങ്ക്ടിറ്റി, അതിൻ്റെ ആ ഒരു യുണീക്നെസ് അത് നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് പലതും ചെയ്യാൻ പറ്റും. ക്രിസ്തു തന്നെ ഒരു സ്റ്റീരിയോ ടൈപ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രത്യേക സംവിധാനം, മോശികനായ പ്രമാണത്തിൻ്റെ ശക്തമായ നിലപാടുകളിൽ ഉറച്ചു നിന്ന ഒരു സമൂഹത്തിൽ വിപ്ലവകരമായൊരു മാറ്റം അദ്ദേഹം വരുത്തി എന്ന് പറഞ്ഞതുപോലെ മനുഷ്യൻ്റെ നന്മയ്ക്കും അല്ലെങ്കിൽ അതിൽ വിഭാഗീയതകളില്ലാതെ അവരിലേക്ക് ഇറങ്ങി ചില അതിർത്തി കടന്ന് രോഗികളെ സുഖപ്പെടുത്തിയവനാണ് ക്രിസ്തു. അതുപോലെ തന്നെ പാളയത്തിന് വെളിയിൽ പോയി തൊട്ട് സുഖപ്പെടുത്തിയവനാണ്. അപ്പോൾ അതൊരു പാരഡൈം ഷിഫ്റ്റാണ്. അല്ലെങ്കിൽ ഗുരു ശിഷ്യൻ്റെ പാദം കഴുകുന്നതൊക്കെ ഒരു പാരഡൈം ഷിഫ്റ്റാണ്. അപ്പോൾ അങ്ങനെയുള്ള മാതൃകാ വ്യതിയാനങ്ങൾ ഒരു പുരോഹിതൻ അല്ലെങ്കിൽ ഒരു സഭയിലെ എളിയ ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്കിപ്പോൾ മാർപ്പാപ്പ ചെയ്യുന്ന പോലെ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. ജയിലിൽ പോയി മുസ്ലിങ്ങളുടെയും ഹിന്ദുക്കളുടെയും ജയിലിൽ അല്ലെങ്കിൽ കാല് കഴുകുക, സ്ത്രീകളുടെ കാല് കഴുകുക, ഇതൊക്കെ ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാവും. പക്ഷേ മാർപ്പാപ്പ ചെയ്താൽ ആരും ചോദ്യം ചെയ്യത്തില്ല. അപ്പോൾ നമുക്ക് ശിഷ്യന്മാരുടെ കാല് കഴുകാവുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ കൺസെപ്റ്റ്. ഞാനത് മാറ്റി. ഞങ്ങളുടെ ഒരു മാനസിക ഒരു കേന്ദ്രമുണ്ട്. ഇതുപോലെ 250 പേരുണ്ട് അവിടെ കാഞ്ഞിരമറ്റത്ത് പെലിക്കൻ സെൻറ്റർ. ഞാനതിൻ്റെ പേഴ്സണാണ്. അപ്പം എൻ്റെ ഒരു അച്ഛനാണ് നടത്തണേ. അതും ഈ തെരുവിലുള്ളവരൊക്കെയാണ്, വേറെ സ്റ്റേറ്റുകാരൊക്കെ പോലീസുകാരെ വിളിച്ച് പറയും, കൊണ്ടുവരും. അങ്ങനെ ഒരു വർഷം ഞാൻ അവിടെ പോയി അവരുടെ കാല് കഴുകി. പക്ഷേ അതിൽ പുരുഷന്മാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് മനസ്സിലാഗ്രഹം ഉണ്ടായിരുന്നു 2-3 സ്ത്രീകളുടെ ഇങ്ങനെ കഴുകണമെന്നുള്ളത്. പക്ഷേ അതൊരു വിവാദമാക്കണ്ട എന്ന് കരുതി. പക്ഷേ ഞാനത് ചെയ്തു, ആൾക്കാർ അംഗീകരിച്ചു. ആ കാലം അത്രയും അത് പുരോഹിതന്മാരെ മാത്രമേ കഴിവുള്ളൂ. പിന്നെ ഞാൻ പിള്ളേരുടെ അത് ചെയ്യാറുണ്ട്, പുറത്തുമൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ഈ സീനിയർ സിറ്റിസൻസിൻ്റെ കാല് കഴിവ് ഒരു വർഷം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചില മാതൃകാ വ്യതിയാനങ്ങൾ അത് ആളുകൾ അതിനെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ അല്ലാത്ത അശരണരുടെ ഇപ്പം ക്രിസ്തുവിൻ്റെ കാര്യം പറഞ്ഞ പോലെ ശിഷ്യന്മാരുടെ പാദങ്ങൾ ആരും കഴുകത്തില്ല, ഗുരുവിൻ്റെ പാദങ്ങൾ എല്ലാവരും കഴുകും. അത് ആ ഒരു വ്യതിയാനം മാതൃകയായിട്ടുള്ളൊരു വ്യതിയാനം തന്നെയാണ്. അത് ഇനിയും തുടരണം. അങ്ങനെ തന്നെ വേണം. ഞാൻ പാത്രിക്ക് വരച്ചത് പാത്രി സ്വഭാവമായിട്ടുള്ള പരിചയം എങ്ങനെയായിരുന്നു? ഞങ്ങൾ ആദ്യം കണ്ടുമുട്ടുന്നത് ഡബ്ലിനിൽ വെച്ചാണ്. അദ്ദേഹം മെയിനൂത്തിൽ PGക്ക് വന്നതാണ്, MTH പഠിക്കാൻ വന്നതാണ്. ഞങ്ങൾ രണ്ടുപേരും ഒരേ സ്കോളർഷിപ്പിലാണ് വരുന്നത്. അത് മാർപ്പാപ്പായുടെ CCCയുടെ കാത്തലിക് കമ്മിറ്റി ഫോർ കൾച്ചറൽ കൊളാബറേഷൻ, ആ കമ്മിറ്റിയുടെ സ്കോളർഷിപ്പാണ്. അദ്ദേഹം റംബാച്ചനാണ്. ഞാനന്ന് അൺമാരീഡ് പ്രീസ്റ്റുമാണ്. അപ്പോൾ അവിടെ വെച്ച് പരിചയമായി. ഞങ്ങൾ സ്ഥിരം കൂടി കാണാറുണ്ട്. 2 ക്യാമ്പസായിരുന്നു. പക്ഷേ ഞങ്ങൾ രണ്ടുപേരും ഒരു സമയത്താണ് ഗ്രാജുവേറ്റ് ചെയ്യുന്നത്. മറ്റേ കോൺവൊക്കേഷൻ സെറമണിക്ക് ഒരുമിച്ചായിരുന്നു. അതിനുശേഷം പിന്നെ തിരുമേനി ബാവ ലണ്ടൻ പള്ളിയിൽ വികാരിയായിട്ട് മാറുന്നു. ഞാൻ ലണ്ടൻ പള്ളി തുടങ്ങി. അതിൻ്റെ ഇടയ്ക്ക് ലണ്ടൻ ഞങ്ങൾ ഒരുമിച്ച് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അമേരിക്കയിൽ കുറച്ച് നാളുണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ ഹയർ സ്റ്റഡീസിന് വേണ്ടി പോയപ്പോൾ അവിടെയും ബാവ ഉണ്ടായിരുന്നു. അദ്ദേഹം പിന്നെ അവിടുത്തെ ബിഷപ്പായി, ഞാൻ പിന്നെ മിത്രാച്ചനായി. ഞാൻ ആദ്യം ബിഷപ്പാകുന്നു. അങ്ങനെ ഒരു 35 വർഷക്കാലത്തെ 35 ഇയേഴ്സിലൊരു പരിചയവും ഫ്രണ്ട്ഷിപ്പും ഉണ്ട്. ഇവിടെ പലപ്പോഴും വരിക, എൻ്റെ കൂടെ താമസിക്കുക, എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. മിത്രാച്ചനായിരിക്കുമ്പോൾ അമ്മയെ കണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ട്രീറ്റ്മെൻറ്റിന് പോയിട്ടുണ്ട്, ആയുർവേദ ട്രീറ്റ്മെൻറ്റിന്. അങ്ങനെ കുറേ പ്രൈവറ്റ് ആയിട്ടുള്ള ലൈഫ് മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അദ്ദേഹം സഭയുടെ വലിയൊരു പരമോന്നത പദവിയിലിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ചുമതല ഡെലിഗേറ്റഡ് ചുമതലയിൽ ഇവിടുത്തെ ഇന്ത്യയിലെ ചർച്ചിൻ്റെ ഒരു ചുമതല വഹിക്കാനുള്ള ഭാഗ്യമുണ്ടായി. അദ്ദേഹത്തിന് എന്നെ വാഴിക്കാനുള്ള ഭാഗ്യമുണ്ടായി. അദ്ദേഹത്തിൽ നിന്നും അത് ഏൽക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. അപ്പോൾ എല്ലാം ഒരു
സംതിങ് ഐ ഡോണ്ട് നോ ഒക്കെ ഒരു ദൈവം എല്ലാം മുൻകൂട്ടി തീരുമാനിച്ചുറപ്പിച്ച പോലെയൊക്കെ തോന്നുന്നു വെൻ വി കോറിലേറ്റ് ഓൾ ദീസ് ഇൻസിഡൻസ് ടുഗദർ. അല്ല, അദ്ദേഹം ഒരു വളരെ ഹൃദയവിശാലതയുള്ളൊരു വെരി ഓപ്പണാണ്, വെരി ഡൗൺ ടു എർത്ത് ആണ്, വെരി സിമ്പിളാണ്. അതാണ് അതെ. പിന്നെ എല്ലാ കാര്യം കർക്കശ നിലപാടുകളുള്ള ആളാണ്. ഞാൻ കുറച്ചുകൂടെയൊക്കെ ഫ്ലെക്സിബിളാണ്. ഐ എം വെരി ഫ്ലെക്സിബിൾ ആൻഡ് ഐ ഓൾവേസ് വാണ്ടഡ് ടു ബി മോർ ഡിപ്ലോമാറ്റിക്. ഐ എം നോട്ട് എ ഹാർഡ് കോർ. അപ്പം നമ്മളിങ്ങോട്ട് കുത്തിയാലും ഞാൻ ചുമ്മാ ഒന്ന് കുത്തുകൊള്ളുകയുള്ളൂ, അതിന് പ്രതികരിക്കത്തൊന്നുമില്ല. പിന്നെ ചില സമയങ്ങളിലൊക്കെ പ്രതികരിച്ചിട്ടൊക്കെ ഉണ്ട്, ചിലപ്പോൾ ശക്തമായിട്ടൊക്കെ പ്രതികരിക്കുക. അതറിയാം എപ്പോഴാണ് എൻ്റെ ബാലൻസ് പോകണമെന്ന് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ മാക്സിമം ഇപ്പം എനിക്കിപ്പോൾ ദേഷ്യപ്പെടാൻ പോലും അറിയില്ല കുറേ നാളുകളായിട്ട്. വരുമലപ്പള്ളി പോകണമെന്ന് തോന്നിയിട്ടില്ലേ? സ്വാഭാവികമായിട്ട് തോന്നാമല്ലോ, അതൊരു വേദനയാണ്. പക്ഷേ പിന്നെ പരിമല തിരുമേനി അവിടെ മാത്രമല്ലല്ലോ ഇരിക്കുന്നത്. പരിമല തിരുമേനി നമ്മളുടെയൊക്കെ ഹൃദയത്തിലുണ്ട്. അത് കറക്റ്റ് ആൻസറാണ്. പരിമല തിരുമേനിയുടെ തിരുശേഷിപ്പ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ രഹസ്യമായിട്ട് മുത്തി അനുഗ്രഹം വാങ്ങിക്കും. അവിടെ പോകുമായിരുന്നു കേട്ടോ, നേരത്തെയൊക്കെ പോയിട്ടുണ്ട്. 2017 ശേഷം പിന്നെ ആ വഴിക്ക് പോയിട്ടില്ല. പട്ടയേക്കാൻ പോണതിന് മുമ്പ് എല്ലാ കബറിലും പോയല്ലോ. അപ്പോൾ എന്നോട് ചില ഓർത്തഡോക്സ് സഹോദരങ്ങളൊക്കെ എന്നോട് പറഞ്ഞു, തിരുമേനി അവിടെ പോയി പ്രാർത്ഥിച്ചു, ആരും ഒന്നും തടയത്തില്ല എന്നൊക്കെ പറഞ്ഞു. അത് പിന്നെ വാർത്തയാവും. അത് വേണ്ട, അങ്ങനെ ഒരു വാർത്തയാക്കണ്ട. എന്നെങ്കിലും ഒരു കാലത്ത് അങ്ങനെ മരിക്കുന്നതിന് മുമ്പ് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി അവിടെ പോയി പ്രാർത്ഥിക്കണമെന്നുണ്ട്. അത് ആഗ്രഹമുണ്ട് അങ്ങനെ. പിന്നെ അത് ഒരു വലിയ മിസ്സിങ് ആയിട്ടും തോന്നണില്ല. എന്നാൽ ആ ഖബർ അവിടെയല്ലേ ഖബറുടെ കേൾക്കണേ. അപ്പോൾ ആത്മീയ സാന്നിധ്യമായിട്ട് കൂടെ ഉണ്ട്, അത്രയുണ്ട്. അത് ആ സാന്നിധ്യം കൂടെ ഉള്ളതുകൊണ്ട് അങ്ങനെ അതൊരു വലിയൊരു ഒരു ശൂന്യതയായിട്ട് അല്ലെങ്കിൽ ഒരു സഫലീകരിക്കപ്പെടാത്ത ആഗ്രഹമായിട്ടും തോന്നിയിരുന്നു. പിന്നെ ഞാനപ്പോൾ പലപ്പോഴും പ്രാർത്ഥിച്ചിട്ടുമുണ്ട്, ഈവൻ ബിഷപ്പായതിനു ശേഷം.